ആയുർവേദത്തിലെ നിങ്ങളുടെ ബോഡി ടൈപ്പ് ഏതാണെന്ന് ഇന്നൊന്ന് കണ്ടുപിടിച്ചാലോ? ഹായ്, ഐ എം ഡോക്ടർ അനഘ, ചീഫ് ഫിസിഷ്യൻ, വേദാര ആയുർകെയർ. ഈ ആയുർവേദത്തിൽ മെയിനായിട്ട് 3 ദോഷങ്ങളുടെ ബേസിസിലാണ് നമ്മുടെ പ്രകൃതി പറയുന്നത്. അതായത് വാദം, പിത്തം, കഫം എന്നിങ്ങനെ 3 ദോഷങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ശരീരപ്രകൃതി തീരുമാനിക്കുന്നത്. ആക്ച്വലി ഈ 3 ദോഷങ്ങളാണ് നമ്മുടെ ശരീരത്തെ താങ്ങി നിർത്തുന്നത് അതിൻ്റെ സമാവസ്ഥയിൽ അല്ലെങ്കിൽ സന്തുലിതാവസ്ഥയിൽ. അത് കൂടുകയോ കുറയുകയോ ചെയ്താൽ അസുഖമാണ്. മെലിഞ്ഞ്, ഷോർട്ടായി, കുറച്ച് ഡാർക്ക് സ്കിൻ ടോണ്ടായി, എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിൽ ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ ഫാസ്റ്റായി നടക്കുന്ന ഒരുപാട് പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? അധികവും വയറ്റിൽ ബ്ലോട്ടിംഗ് അല്ലെങ്കിൽ വയറ് വീർപ്പ് ഒക്കെ അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇത്തരക്കാരുടെ സ്കിന്ന് വളരെ ഡ്രൈ ആയിരിക്കും, അതുപോലെ ഹെയറും ഡ്രൈയും ഫ്രിസിയും ഒക്കെ ആയിരിക്കും. ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ വാതദോഷ ഡോമിനന്റ് ആയി നിൽക്കുന്ന ശരീരപ്രകൃതി എന്ന് പറയുന്നത്. ഇവരുടെ വിശപ്പൊക്കെ വളരെ ഇറഗുലർ ആയിരിക്കും. ചിലപ്പോൾ വളരെ അധികമായി വിശക്കും, ചിലപ്പോൾ വിശക്കില്ല. അതൊരു ഇറഗുലർ നേച്ചർ ആയിരിക്കും. ഇവർക്ക് സ്വീറ്റ് ക്രേവിങ്സും കൂടുതലായിരിക്കും. ഇങ്ങനെയുള്ളവർക്ക് അധികം വിയർപ്പോ ദുർഗന്ധമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. വളരെ വേഗത്തിലെല്ലാം പഠിച്ച് വളരെ വേഗത്തിൽ തന്നെ എല്ലാം മറന്നു പോകുന്ന ഒരു കൂട്ടരാണിവര്. ഇത്തരക്കാർക്ക് ആങ്സൈറ്റി, വെപ്രാളം, മൂഡ് സ്വിങ്സ്, പെട്ടെന്ന് മൂഡ് ഓൺ ആവുക, പെട്ടെന്ന് മൂഡ് ഓഫ് ആവുക, അങ്ങനെയുള്ള ഒരു നേച്ചറായി. ഈ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം വാതദോഷ ഡോമിനന്റ് ആയ ശരീരപ്രകൃതിയുള്ളവർക്കാണ് കൂടുതലായി കാണുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരൊറ്റ ദോഷമല്ല ഒരാളുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്. എല്ലാ ദോഷങ്ങളും മിക്സപ്പ് ആയി അതിന്റെ ഫീച്ചേഴ്സ് കാണിക്കും. പക്ഷേ ചിലവ ഡോമിനന്റ് ആയി നിൽക്കും. ചിലപ്പോൾ വാദപിത്തമാവാം, ചിലപ്പോൾ പിത്തകഫമാവാം, ചിലപ്പോൾ വാദകഫമാവാം, ചിലപ്പോൾ ഈ 3 ദോഷങ്ങളുടെ ഫീച്ചേഴ്സും കാണിച്ചു എന്ന് വരാം. അടുത്ത 2 പ്രകൃതികൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.